പ്രിയമുള്ളവരെ, നമ്മുടെ ആഹാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ ഉപ്പ്. ഉപ്പ് പലതരത്തിലുണ്ടെങ്കിലും നാം വീട്ടിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് രണ്ട് തരത്തിലുള്ള ഉപ്പാണ്. ഒന്ന് പൊടിയുപ്പ്, രണ്ട് കല്ലുപ്പ്. ഇവയിൽ ഏതാണ്, പൊടിയുപ്പാണോ കല്ലുപ്പാണോ നല്ലതെന്ന് പൊതുവെ ആളുകൾ ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്. ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നതിനും ആകർഷകമായ നിറം നൽകുന്നതിനും ഭക്ഷണം കേടാവാതെ കൂടുതൽ കാലം നിലനിൽക്കുന്നതിനുമെല്ലാം വിവിധ തരത്തിലുള്ള രാസവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉപയോഗിച്ചു വരാറുണ്ട്. ഇവയെ പൊതുവെ ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നു. പോഷകാവശ്യത്തിനല്ലാതെ ഫുഡ് അഡിറ്റീവ്സ് ചേർത്ത ഭക്ഷണത്തേക്കാൾ ഫുഡ് അഡിറ്റീവ്സ് ഒട്ടും ചേർക്കാത്ത ഭക്ഷണമാണ് ആരോഗ്യകരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അയഡിൻ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊട്ടാസ്യം അയഡേറ്റ് ചേർത്ത അയഡൈസ്ഡ് സാൾട്ടുകളാണ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ കല്ലുപ്പും പൊടിയുപ്പും. എന്നാൽ പൊടിയുപ്പിൽ കല്ലുപ്പിനെ അപേക്ഷിച്ച് മറ്റു രണ്ട് ഫുഡ് അഡിറ്റീവ്സ് കൂടി കൂടുതലായി ചേർക്കുന്നുണ്ട്. ഒന്ന് ആന്റി കേക്കിംഗ് ഏജന്റ് 551, അതായത് സിലിക്ക ഓർ സിലിക്കൺ ഡയോക്സൈഡ്. രണ്ട് ക്രിസ്റ്റൽ മോഡിഫയർ 536, അതായത് പൊട്ടാസ്യം ഫെറോസയനൈഡ്. ഈ ആന്റി കേക്കിംഗ് ഏജന്റുകൾ എന്തിനാണ് പൊടിയുപ്പിൽ ചേർക്കുന്നത്? പൊടിയുപ്പിലെ പൊടി രൂപത്തിലുള്ളവ മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പൊടിയുപ്പിൽ ആന്റി കേക്കിംഗ് ഏജന്റുകൾ ചേർക്കുന്നത്. ക്രിസ്റ്റൽ മോഡിഫയർ, അതായത് പൊട്ടാസ്യം ഫെറോസയനൈഡുമായി ബന്ധപ്പെട്ട് ഉപ്പിൽ മാരക വിഷം, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരോധിച്ച രാസവസ്തു ഇന്ത്യയിൽ ഉപ്പിൽ ഉപയോഗിക്കുന്നു എന്നീ തരത്തിലുള്ള കോൺട്രവേഴ്സിയലായ വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എന്നാലും ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം അനുവദനീയമായ അളവിൽ മാത്രമേ ഇവ ഉപ്പിൽ ചേർത്ത് വരുന്നുള്ളൂ. എന്നാൽ ഇത്തരം ആന്റി കേക്കിംഗ് ഏജന്റുകൾ ചേർത്ത ഉപ്പുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളിൽ ഇവ കാണിക്കുന്നതിന് പുറമെ പൊടിയുപ്പിന്റെ ലേബലിൽ അയഡൈസ്ഡ് സാൾട്ട് കണ്ടെയ്ൻ ആന്റി കേക്കിംഗ് ഏജന്റ് എന്ന ഒരു ഡിക്ലറേഷൻ കൂടി കൊടുത്തിരിക്കണം. ആയതിനാൽ ഫുഡ് അഡിറ്റീവ്സ് ഒട്ടും ചേർക്കാത്തതോ വളരെ കുറച്ച് മാത്രം ചേർത്തതോ ആയ ഭക്ഷണമാണ് നമ്മുടെ ചോയ്സ് എങ്കിൽ പൊടിയുപ്പിനേക്കാൾ കല്ലുപ്പാണ് നല്ലത്. എങ്കിലും പൊടിയുപ്പായാലും കല്ലുപ്പായാലും ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് പരമാവധി കുറക്കുക എന്നുള്ളതാണ് ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് പോലത്തെ ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കുന്നതിന് ഏറ്റവും ഹിതകരം. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.